ഇന്നെല്ലാരും എന്നാ പരിപാടി? 4 മണിയായില്ലേ? ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോയാലും നമുക്ക് ഇന്ന് ഏത്തക്കാപ്പവും ചക്കപ്പഴം ബോളിയും ഉണ്ടാക്കാം. ഇനി അതിനാവശ്യമായ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇത് പച്ചരിയാണേ. ഇത് നമ്മൾ കുറച്ചു നേരം വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. പച്ചരി കുതിർന്നോ നോക്കാൻ ഇങ്ങനെ ഞെക്കി നോക്കുമ്പോ ഇങ്ങനെ രണ്ടായിട്ട് പീസ് ആവും. ഇനി നമുക്കിത് അരച്ചെടുക്കാം, എന്നിട്ട് കാണാം. അപ്പൊ നമ്മള് മാവെല്ലാം അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ മാവിനകത്ത് നമ്മള് ഈ ചെറിയ ജീരകവും ഉപ്പും എല്ലാം ആഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബാറ്റർ ഉണ്ടാക്കാം. എങ്ങനെയാന്ന് നോക്കിയാലോ. നമ്മള് അരച്ച ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിനകത്തോട്ട് നമ്മള് ജീരകവും ഉപ്പും ലേശം ഇട്ടിട്ടുണ്ട്. നല്ല കുറുകിയ മാവ്. എന്തിനാന്നറിയാവോ? നല്ല ക്രിസ്പിനെസ്സും നല്ലതായിട്ട് മുരിഞ്ഞും കിട്ടും. നമ്മുടെ മാവ് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ചേർക്കണമെന്ന് നോക്കിയാലോ. ഇനി കുറച്ച് എള്ള്. ഇത് നമ്മളൊരു കുറച്ച് ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾ പൊടി. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണേ. ലേശം ഇനി നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തേക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്താലോ. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കിയതെന്ന് നോക്കിയാലോ. നമ്മള് പച്ചരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ട് മിക്സിക്കകത്തിട്ട് ഇച്ചിരി ജീരകവും ഇച്ചിരി ഉപ്പും ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു. അത് കഴിഞ്ഞ് അതൊരു പാത്രത്തിലേക്ക് മാറ്റി ആ പാത്രത്തിലോട്ട് ആ മാവ് ഒഴിച്ച് ഇച്ചിരി എള്ള്, ഇച്ചിരി പഞ്ചസാര, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല രീതിയിൽ അരച്ച് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുക്കി എടുത്താലോ. ഇനി നമുക്ക് ഇത് മാവില് മുക്കി എടുത്താലോ. വായോ. നമുക്ക് എണ്ണ ഒഴിച്ചാലോ. നമ്മൾ ആട്ടിയെടുത്ത എണ്ണയാണ് ഒഴിച്ചേക്കാം. ഏത്തക്ക മാവിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലോട്ടിടാം കേട്ടോ. നമുക്ക് എണ്ണയിലോട്ട് ഇട്ടിട്ട് കാണാവേ. നമ്മൾ ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ടേക്കാം. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏത്തക്കാപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്താലോ. വായു. കണ്ടോ, നല്ല ചൂട് ഏത്തക്കാപ്പം. നമ്മുടെ അടുത്ത ട്രിപ്പ് ഇട്ടേക്കാവേ. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എടുത്തേക്കാം. ഇനി നമുക്ക് ചക്കപ്പഴം ബോളിയും കൂടെ ഉണ്ടാക്കിയാലോ. ചക്കപ്പഴം നന്നായിട്ട് ഇത് മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിക്കാം. നമ്മുടെ ചക്കപ്പഴം ബോളിയും റെഡി ആയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പഴംപൊരിയും ചക്കപ്പഴം പൊരിയും റെഡി. കണ്ടോ, നല്ല മുരിഞ്ഞ പഴംപൊരിയും നല്ല മുരിഞ്ഞ ചക്കപ്പഴം പൊരിയാണേ. നമുക്കിത് രുചിച്ച് നോക്കിയാലോ. വായു നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള ചക്കപ്പഴം പൊളിയും കൂടെ രുചിച്ചാലോ. നോക്കി, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഓക്കെ, ബൈ.